السلام عليكم. أهلا بكم يا طلابي الأعزاء في درس جديد من دروس اللغة العربية. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ അറബി ഭാഷയുടെ പുതിയൊരു പാഠഭാഗത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നമ്മൾ ചർച്ച ചെയ്യുന്നത് ജുഹയുടെ കഥ നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലേ. മെഅ്തഫുൻ ജാഇഉൻ, വിശക്കുന്ന കോട്ട് എന്നുള്ള ഒരു കഥ നമ്മൾ വായിച്ചു. അതിൽ ഭക്ഷണത്തെക്കുറിച്ചുള്ള പ്രാധാന്യങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കി. കഥയുമായി ബന്ധപ്പെടുത്തി നമ്മുടെ ടെക്സ്റ്റിൽ 3 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഒന്ന് നോക്കാം. ഒന്നാമത് കൊടുത്തിരിക്കുന്ന ചോദ്യമാണ് പേജ് 28 ആദ്യം കൊടുത്തിരിക്കുന്ന ചോദ്യം, മൻ ഇസ്തൗഖഫ ജുഹ അമാമൽ ഖസരി വ ലിമ. മൻ ആരാണ്, ഇസ്തൗഖഫ ജുഹ ജുഹയെ നിർത്തിയത്, അമാമൽ ഖസരി കൊട്ടാരത്തിന് മുമ്പിൽ, വലിമ എന്തിനാണ്. നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ഇസ്തൗഖഫൽ ബവ്വാബു ജുഹ അമാമൽ ഖസരി. ജുഹയെ അവിടെ പിടിച്ചു നിർത്തിയത് ബവ്വാബാണ്, കാവൽക്കാരനാണ്. ലി അന്നഹു കാന യർത്തദി മലാബിസൻ ബാലിയ, അല്ലേ, ഒരു പഴകിയ വസ്ത്രം ധരിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയത്. രണ്ടാമത്തെ ചോദ്യം, ഹൽ സ്വാറൽ അനിയോ ആലിബൻ. ഹൽ എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ നഅം അല്ലെങ്കിൽ ലാ എന്ന് നിർബന്ധമായി ഉത്തരം കൊടുക്കണം. ഹൽ എന്ന് പറഞ്ഞാൽ ആണോ ഉണ്ടോ എന്നൊക്കെയാണ് ചോദ്യം. ഹൽ സ്വാറൽ അനിയ, അനിയ ആയോ, ആലിബൻ ദേഷ്യപ്പെട്ടോ, ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നോ, ഉണ്ടല്ലേ. അപ്പൊ നമ്മൾ ആദ്യം ഉത്തരം എന്ത് കൊടുക്കണം, നഅം. സ്വാറൽ അനിയു ആലിബൻ, ധനികൻ ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ലിമ എന്തിനാ ദേഷ്യപ്പെട്ടത്. ലി അന്ന ജുഹ ബദഅ യംലഉ ജൈബി മിഅ്തഫിഹി ബി അൻവാഇ ത്വആം. എന്തുകൊണ്ടാണ് ജുഹ അയാളുടെ കോട്ടിന്റെ കീശയിലേക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ നിറച്ചത് കൊണ്ടാണ് അയാൾക്ക് ദേഷ്യം വന്നത്. മൂന്നാമത്തെ ചോദ്യം, ഹൽ ഷാറക്തും ഫീ മിസ്ലി ഹാസിഹിൽ വലീമ. ഹൽ ഷാറക്തും, നേരത്തെ പറഞ്ഞ പോലെ ഹല്ലാണ് വന്നിരിക്കുന്നത്, ഉണ്ടോ. ഷാറക്തും പങ്കെടുത്തിട്ടുണ്ടോ. ഫീ മിസ്ലി ഹാസിഹിൽ വലീമ, ഇതുപോലെയുള്ള വലീമകളിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ. ഉണ്ടല്ലേ, നമ്മൾ പല സൽക്കാരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഹൽ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ അവിടെ എഴുതുന്നു നഅം. ഇനി ഷാറക്തും നിങ്ങൾ പങ്കെടുത്തു എന്നാണ്, അതിനെ ഞാൻ പങ്കെടുത്തു എന്നാക്കണം. ഷാറക്തു ഫീ വലീമത്തിൻ, സൽക്കാരങ്ങളിൽ പങ്കെടുത്തു. ആരുടെ കൂടെയാണ്. ചിലപ്പോൾ നമ്മൾ കൂട്ടുകാരുടെ കൂടെ ആയിരിക്കും പങ്കെടുത്തിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ മഅൽ അസ്ദിഖാ, പിന്നെ വേറെ ആരുടെ കൂടെ, ഉസ്റത്തിന്റെ കൂടെ, കുടുംബത്തിന്റെ കൂടെ പങ്കെടുത്തിട്ടുണ്ടാവും. വൽ ഉസ്റ. അടുത്ത ചോദ്യം, മാ റഅയുക്കും അനിൽ ഇസ്റാഫി ഫിൽ വലീമ. സൽക്കാരങ്ങളിൽ ഉണ്ടാവുന്ന ഇസ്റാഫ്, പൊങ്ങച്ചത്തെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം. നല്ലതാണോ, അല്ല. അപ്പൊ നമ്മൾ അതിനൊരു ഉത്തരം കൊടുക്കാം. അൽ ഇസ്റാഫു ഫിൽ വലീമ, സൽക്കാരങ്ങളിലെ പൊങ്ങച്ചത്തെ കുറിച്ച്, വാഹിറത്തുൻ സൽബിയത്തുൻ, അതൊരു മോശമായൊരു പ്രകടനമാണ്. വാഹിറത്തുൻ സൽബിയത്തുൻ. യജിബു അലൈന തജന്നുബഹു, നമ്മൾ അതിന് എന്ത് ചെയ്യണം, നിർത്തണം. ലി അന്ന ത്വആമു നിഅമത്തുൻ അളീമത്തുൻ, കാരണം ഭക്ഷണം ഒരു വലിയ അനുഗ്രഹമാണ്. അതിനെ പാഴാക്കിക്കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, പൊങ്ങച്ച പ്രകടനങ്ങൾ നടത്താൻ പാടില്ല. തൊട്ടു താഴെ നഖ്റഉ വനതസവ്വഖു ചില വാക്കുകൾ തന്നിട്ടുണ്ട്. പ്രധാന ആശയങ്ങളാണ് ഈ പാഠവുമായി ബന്ധപ്പെട്ട. അപ്പൊ ഒന്ന് വായിച്ചു നോക്കാം. ഷർറു തആമി തആമുൽ വലീമ. ഷർറു തആം, ഏറ്റവും മോശം ഭക്ഷണം, തആമുൽ വലീമ, വിരുന്നുകളിലുള്ള ഭക്ഷണമാണ്. എല്ലാ വിരുന്നുകളിലും അല്ല, ബാക്കിയുണ്ട്. യുദ്ആ ലഹൽ അഅ്നിയാഉ വയുത്റഖുൽ ഫുഖറാ. യുദ്ആ ലഹു, അതിലേക്ക് ക്ഷണിക്കപ്പെടുന്നത്, അൽ അഅ്നിയാ, ധനികർ മാത്രമാണ്. വയുത്റഖുൽ ഫുഖറാ, ദരിദ്രരൊക്കെ ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്ന വിരുന്നുകളാണ് ഏറ്റവും മോശപ്പെട്ട വിരുന്ന്. രണ്ടാമത്തത്, മല്ലം യസുഖ് തഅമൽ ഫഖ്രി ലാ യഅരിഫു ഖീമത്തൽ ഇനാ.
മൻ ലം യസുഖ് ആരാണോ അനുഭവിക്കാത്തത് തഅമുൽ ഫഖർ ദാരിദ്ര്യത്തിന്റെ രുചി അറിയാത്തവൻ ലാ യഅരിഫു ഖീമത്തുൽ ഐന സമ്പന്നതയുടെ വിലയും അറിയുകയില്ല. ദാരിദ്ര്യത്തിന്റെ രുചി അറിയാത്തവൻ സമ്പന്നതയുടെ വിലയും അറിയില്ല. നമുക്ക് ദാരിദ്ര്യം അറിഞ്ഞാൽ മാത്രമാണ് സമ്പന്നതക്ക് അതിൻ്റെതായ വില കൊടുക്കാൻ പറ്റുക. അൽ അഖലു സലീമു ഫിൽ ജിസ്മി സലീം. അൽ അഖലു സലീം ആരോഗ്യമുള്ള മനസ്സ്, ഫി ജിസ്മി സലീം ആരോഗ്യമുള്ള ശരീരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാ മലഅ ഇബ്നു ആദം വിആഅൻ ശർറൻ മിൻ ബത്നിഹി. മാ മലഅ ഇബ്നു ആദം മനുഷ്യർ നിറക്കുന്നില്ല. ഇബ്നു ആദം ആദമിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാര്. വിആഅൻ ഒരു പാത്രവും, ഷർറൻ മോശമായ ഒരു പാത്രവും, മിൻ ബത്നിഹി അവന്റെ വയറിനേക്കാൾ മോശമായ ഒരു പാത്രവും മനുഷ്യര് നിറക്കുന്നില്ല. കസ്റത്തു ത്വആമി തുമീത്തുൽ ഖൽബ കമാ തുമീതു കസ്റത്തുൽ മാഇ സർഅ. കസ്റത്തു ത്വആമി അമിതമായ ഭക്ഷണം, തുമീത്തുൽ ഖൽബ ഹൃദയത്തെ മരിപ്പിക്കുന്നു, കമാ തുമീതു മരിപ്പിക്കുന്നത് പോലെ നശിപ്പിക്കുന്നത് പോലെ, കസ്റത്തുൽ മാഇ അമിതമായ വെള്ളം, അസ്സർഅ കൃഷിയെ അമിതമായ വെള്ളം നശിപ്പിക്കുന്നത് പോലെ അമിതമായ ഭക്ഷണം മനുഷ്യന്റെ ഹൃദയത്തെയും നശിപ്പിക്കുന്നു. ഇതൊക്കെയാണ് ഈ പാഠഭാഗത്ത് നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ. അപ്പോൾ 29ാമത്തെ പേജിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ചെറിയൊരു പ്രവർത്തനം കൂടി തന്നിട്ടുണ്ട്. അതുകൂടി നമുക്ക് മനസ്സിലാക്കാം. നഖ്റഉ വ നഫ്ഹം നമുക്ക് വായിക്കാം, മനസ്സിലാക്കാം. ഖസ്റുൻ അനിയുൻ ഖസ്റു അനിയിൻ. ഖസ്റുൻ എന്ന വാക്കും അനിയുൻ എന്ന വാക്കും ചേർത്തപ്പോൾ ഖസ്റു അനിയിൻ എന്ന ഒറ്റ വാക്കായി മാറിയിരിക്കുന്നു. അറബി ഭാഷയിലെ ഗ്രാമറിലുള്ള മുലാഫ് മുലാഫുൻ ഇലൈഹി എന്ന ഭാഗമാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. രണ്ട് ഇസ്മുകൾ കൂട്ടിച്ചേർക്കുക, രണ്ട് പദങ്ങൾ, ഫിഅലുകളല്ല ഇസ്മുകൾ, സാധനങ്ങളുടെ പേരാവാം സ്ഥലത്തിന്റെ ആവാം, ഇങ്ങനെ പേരുകളായിരിക്കണം. അവ രണ്ടും ചേർക്കുമ്പോൾ വരുന്ന മാറ്റമാണ് നമ്മളിവിടെ കാണുന്നത്. അതിന് ഇളാഫത്ത് ചേർക്കൽ എന്നാണ് അർത്ഥം. മുലാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പദത്തിൽ ആദ്യം വരുന്ന വാക്കാണ്. ഇപ്പൊ ഖസ്റു അനിയിൻ എന്ന പദത്തിൽ ആദ്യം വരുന്ന വാക്ക് ഖസ്ർ, അതാണ് മുലാഫ്. ഇനി അതിനോട് ചേർക്കുന്ന പദമാണ് അനിയ് എന്ന് വന്നിരിക്കുന്നത്. അതിന് മുലാഫുൻ ഇലൈഹി എന്നാണ് പറയുക. ആദ്യത്തെ വരുന്ന ഭാഗം മുലാഫാണ്, രണ്ടാമത് വരുന്നത് മുലാഫുൻ ഇലൈഹിയാണ്. ഈ മുലാഫിന് ഉണ്ടാവേണ്ട പ്രത്യേകത, അതിന് അലിഫ്ലാം ഉണ്ടാവാൻ പാടില്ല, അൽ ഖസ്ർ എന്ന് ഉപയോഗിക്കാൻ പാടില്ല, ഖസ്റുൻ എന്ന് ഉപയോഗിക്കാൻ പാടില്ല. ചേർത്ത് കഴിഞ്ഞാൽ, രണ്ട് പദങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ മുലാഫായിട്ട് വരുന്ന ഭാഗത്തിന് നമുക്ക് അലിഫ്ലാമോ തൻവീനോ പാടില്ല. എന്നാൽ മുലാഫ് ഇലൈഹിയിലേക്ക് പോകുമ്പോൾ അവിടെ നിർബന്ധമായിട്ടും അവസാനത്തിൽ കസ്ർ ചേർത്തിരിക്കണം. നിർബന്ധമായും അവസാനത്തിൽ കസ്ർ ചേർത്തിരിക്കണം. ആ അവസാനത്തിലെ കസ്ർ തൻവീനാണെങ്കിൽ തൻവീനും അലിഫ്ലാമും ഒന്നിച്ച് ഒരു പദത്തിൽ വരില്ല. ഒന്നുകിൽ തൻവീൻ വരാം, അല്ലെങ്കിൽ അലിഫ്ലാം വരാം. ഒന്നുകിൽ കസ്റുൽ അനിയി എന്ന് വരാം, അല്ലെങ്കിൽ കസ്റു അനിയിൻ എന്ന് വരാം. ഈ കാര്യമാണ് നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ടത്. ഒന്നുകൂടി പറയാം. മുലാഫാണ് ഒരു രണ്ട് ഇസ്മുകൾ ഒന്നിച്ച് ചേർക്കുമ്പോൾ അതിൽ ആദ്യം വരുന്ന ഇസ്മാണ് മുലാഫ്, രണ്ടാമത് വരുന്നതാണ് മുലാഫുൻ ഇലൈഹി. ആദ്യം വരുന്ന മുലാഫായ പദത്തിന് അലിഫ്ലാമോ തൻവീനോ വരാൻ പാടില്ല, എന്നാൽ അവസാനത്തെ അക്ഷരത്തിന് ലമ്മ് വരും. മുലാഫുൻ ഇലൈഹിക്ക് അലിഫ്ലാമ് വരണം, അല്ലെങ്കിൽ കസ്ർ വരണം. അലിഫ്ലാമ് വന്നു കഴിഞ്ഞാൽ തൻവീന് വരാൻ പാടില്ല, കസ്ർ മാത്രമേ വരാൻ പാടുള്ളൂ. അലിഫ്ലാം ഇല്ലെങ്കിൽ തൻവീൻ ചേർക്കാം. ഇതാണ് നമ്മുടെ നിയമം. ആ രീതിയിൽ നമുക്കിനി വായിച്ചു നോക്കാം. ജയ്ബുൻ അൽ മിഅ്തഫു, ജയ്ബുൽ മിഅ്തഫി അവസാനത്തേന് കസ്ർ വന്നത് നമുക്ക് കാണാം. ജയ്ബുൻ എന്നതിൻ്റെ തൻവീൻ ഒഴിവാക്കിയതും കാണാം. ഹാരിസുൻ അൽ ബവ്വാബത്തു, ഹാരിസുൽ ബവ്വാബത്തി, ഹാരിസുൻ എന്നതിൻ്റെ തൻവീൻ ഒഴിവാക്കിയിട്ടുണ്ട്.
അൽ ബവ്വാബത്തു എന്നുള്ളത് ബവ്വാബത്തി എന്നായിട്ടുണ്ട്. അൻവാ ഉൻ അത്തആമു അൻവാ ഉത്തആമി അൻവാഇന്റെ തൻവീൻ ഒഴിവായി തആമു എന്നുള്ളത് തആമി എന്നായി മാറി. ഇതുപോലെ നമുക്ക് താഴെയുള്ളതിനെ ചേർക്കണം. ഉത്തഫുൽ മുമരിളത്തി അബിയലുൻ ഉത്തഫു കോട്ട്, അൽ മുമരിളത്തി നേഴ്സിന്റെ കോട്ട്. ഇതാണ് മുലാഫിനിലേഹി. ഇന്റെ എന്ന് ചേർക്കുന്നത് ആരുടെയാണോ അതാണ് മുലാഫിനിലേഹി. അതിന് അവസാനത്തിൽ കസർ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിക്കോ, അലിഫ്ലാമും വന്നിട്ടുണ്ട്. ഉത്തഫുൽ മുമരിളത്തി. അതുപോലെയാണ് അടുത്തത് ചേർക്കേണ്ടത്. മനാറത്ത് മിനാരം എന്തിൻ്റെ? പള്ളിയുടേതാണ്. അപ്പോൾ പള്ളിയുടെ മിനാരം എന്ന് പറയണമെങ്കിൽ പള്ളിക്ക് മസ്ജിദ് എന്നാ പറയാ. മനാറത്തു അൽ മസ്ജിദി തൊബീലത്ത് മനാറത്തുൽ മസ്ജിദി. അടുത്തത് ലൗനു നിറം. ഇവിടെ ഒരു കാക്കയാണ് കൊടുത്തിരിക്കുന്നത്. ഒറാബാണ് കാക്ക. ലൗനുൽ ഒറാബി ലൗനുൽ ഒറാബി അസ്വദ്. അടുത്തതൊരു മൈതാനം കൊടുത്തിട്ടുണ്ട്. അത് സ്കൂളിന്റെ മൈതാനമാണ്. മൈദാനുൽ മദ്റസത്തി കബീറത്തുൻ മൈദാനുൽ മദ്റസത്തി മദ്രസയുടെ മൈതാനം കബീറത്തുൻ വലുതാണ്. ഇനി തൊട്ട് താഴെ വരുമ്പോൾ നുറക്കിബുൽ കലിമാത്തി കമാഫിൽ മിസാൽ കൊടുത്തിരിക്കുന്ന ഉദാഹരണം പോലെ നമുക്കിനി എഴുതണം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന നമുക്ക് മുകളിൽ തന്നതിൽ നിന്നുള്ള ചെറിയൊരു വ്യത്യാസമാണ്. രണ്ടെണ്ണത്തിനെയാണ് നമ്മൾ മുളാഫായിട്ട് എടുക്കുന്നത്. രണ്ടെണ്ണം. ബാബാനി രണ്ട് വാതിലുകൾ, ഐനാനി രണ്ട് കണ്ണുകൾ, അജലത്താനി രണ്ട് ചക്രങ്ങൾ, ഉസ്നാനി രണ്ട് ചെവികൾ. അപ്പൊ ഇങ്ങനെ രണ്ടെണ്ണം എന്ന് വരുമ്പോൾ അവസാനത്തെ അക്ഷരത്തിൽ നമ്മൾ നേരത്തെ ലമ്മ് ചേർത്തിരുന്നു അല്ലെ. കസുറു അനിയൻ എന്ന് വരുമ്പോൾ കസുറു എന്നാക്കിയിട്ടുണ്ട്. ഇവിടെ രണ്ട് എന്ന് ചേരുമ്പോൾ രണ്ട് എന്ന് വന്നിരിക്കുന്ന മുലാഫ് ആവുമ്പോൾ മുലാഫിൻ ഇലൈഹിലേക്ക് ചേർക്കുന്ന സമയത്ത് അവസാനത്തിലുള്ള നൂനിനെ കളയണം. അങ്ങനെയാണ് അതിനെ നമ്മൾ ചേർക്കേണ്ടത്. നേരത്തെ നമ്മൾ ഒന്ന് വരുമ്പോൾ ഉള്ളതാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ രണ്ട്. അപ്പൊ ബാബുൽ മസ്ജിദി എന്നാണെങ്കിൽ ബാബ് ഒറ്റ ബാബായിരുന്നെങ്കിൽ ബാബുൽ മസ്ജിദി കബീറുൻ എന്ന് കൊടുത്താൽ മതി. ഇവിടെ ബാബാനി എന്നുള്ളത് കൊണ്ട് അവസാനത്തെ നൂനിനെയാണ് നമ്മൾ കളയേണ്ടത്. ബാബാ അൽ മസ്ജിദി കബീറാനി. ആ നൂനിനെ അവസാനത്തിലുള്ള ആ വാക്കിലേക്ക് ചേർക്കണം. ബാബാ അൽ മസ്ജിദി കബീറാനി. ഒറ്റ ബാബാണെങ്കിൽ ബാബുൽ മസ്ജിദി കബീറുൻ എന്നാണ് വരിക. രണ്ട് ബാബായപ്പോൾ ബാബാനി എന്ന് വന്നപ്പോൾ അവസാനത്തിൽ വന്ന നൂനിനെ എടുത്തിട്ട് നമ്മൾ കബീറിന്റെ കൂടെയാണ് ചേർക്കുന്നത്. ബാബാ അൽ മസ്ജിദി കബീറാനി. എന്നാൽ മുലാഫിൻ ഇലൈഹി ഞങ്ങൾ നോക്കിയ രണ്ടാമത്തെ വാക്കിനെ അൽ മസ്ജിദി, അതിനൊരു മാറ്റവും ഇല്ല. അലിഫ്ലാമും ഉണ്ട്, അവസാനത്തതിന് കസറും ഉണ്ട്. രണ്ടാമത്തെ വായിക്കാം. ഐനാനി അൽ ഫീലു സഈറത്തുൻ. ഐനാനി. അപ്പൊ ഐനാനിന്റെ അവസാനത്തെ നൂന് നമ്മൾ എടുക്കുകയാണ്. ഐനാ അൽ ഫീലു എന്നുള്ളത് മാറി വാഫിനിലേഹി ആയതുകൊണ്ട് അവസാനത്തതിന് കസർ. ഐനാ അൽ ഫീലി. സഈറത്തുൻ ആണ് അടുത്ത വാക്ക്. നമ്മൾ ആദ്യം എടുത്ത നൂനിനെ എടുത്ത് ഇവിടെ കൊടുക്കണം. സഈറത്താനി. ഐനാ അൽ ഫീലി സഈറത്താനി. അജലത്താനി അദ്ദറാജത്തു ജദീദത്തുൻ. അജലത്താനി എന്നതിന്റെ നൂന് നമ്മൾ ഇങ്ങോട്ട് എടുത്തു. അജലത്താ. അദ്ദറാജത്തു ആണ് തന്നത്. മുലാഫിൻ ഇലൈഹി ആയതുകൊണ്ട് അവസാനത്തിൽ കസർ വേണം. അദ്ദറാജത്തി. ജദീദത്തുൻ. ആദ്യം നമ്മൾ എടുത്തു വെച്ച നൂനിനെ ഇവിടെ കൊടുക്കണം. ജദീദത്താനി. ഇനി ഉസ്നാനി അൽ അർനബു തൊവീലത്തുൻ. ഉസ്നാ നൂനിനെ നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ട്. അൽ അർനബു മുലാഫിൻ ഇലൈഹി ആയതുകൊണ്ട് അർനബുവിന്റെ അവസാനത്തെ അക്ഷരത്തിന് കസർ. അർനബി. അൽ അർനബി. തൊവീലത്തുൻ. നൂനിനെ നമ്മൾ നേരത്തെ എടുത്ത നൂനിനെ ഇവിടെ കൊടുത്തു. തൊവീലത്താനി. ഉസ്നാ അൽ അർനബി തൊവീലത്താനി. മുലാഫിൻ ഇലൈഹി ഉണ്ട് ഇസ്മുകൾ
ഒന്നിച്ച് ചേർക്കുമ്പോഴുള്ള നിയമം മുളാഫ് ഒന്നാകുമ്പോഴും മുളാഫ് രണ്ടാകുമ്പോഴും വരുത്തേണ്ട മാറ്റങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരു 2 ചോദ്യങ്ങൾ ടീച്ചർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഉത്തരങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.